വസന്ത് തെങ്ങുംപള്ളി ഇവിടെ ഇതാ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം. അദ്ദേഹം സർക്കാരിനെ, സംസ്ഥാന സർക്കാരിനെയോ അല്ലെങ്കിൽ ടൂറിസം മന്ത്രിയെയോ ഒന്നും പ്രതിക്കൂട്ടി നിർത്തേണ്ടതില്ല. ഒരു ചാര വനിതയാണ് എന്നറിഞ്ഞാൽ ഒരിക്കലും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തേക്ക് അവരെ ക്ഷണിക്കുമായിരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴീ ഉണ്ടായിട്ടുള്ള യാത്ര, അതായത് വി മുരളീധരനോടൊപ്പമുള്ള യാത്രയെയും അതേ നിലയിൽ തന്നെ കാണാൻ സാധിക്കുമോ? ഇപ്പോൾ വി മുരളീധരനും ഒരു ചാരവനിതയാണ് എന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ലല്ലോ. അല്ല, വി മുരളീധരൻ പ്രതികരിച്ചതിലല്ല ശ്രീ അഭിലാഷ് പ്രശ്നം. ഇപ്പോ വേണുഗോപാൽ സാർ പറഞ്ഞതുപോലെ ഈ രണ്ട് വിഷയങ്ങളും രണ്ട് സിനാറിയോ ആണ്, രണ്ടും രണ്ട് ക്രൊണോളജിയുമാണ്. ഒന്ന്, ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് നടക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പിന്റെ സെക്കൻഡ് ട്രിപ്പ്, അത് തിരിച്ചു വരുന്ന ട്രിപ്പിലാണ് ഇവർ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ സെൻട്രൽ ഇന്റലിജൻസ് അവിടെ ഉണ്ടാകും, SPGയുടെ സ്പെഷ്യൽ സർവൈലൻസും സ്വാഭാവികമായും ഉണ്ടാകും. അവിടെ പങ്കെടുക്കുന്ന മാധ്യമങ്ങൾ ആരൊക്കെ, അവരുടെ രാഷ്ട്രീയ ചായ്വെന്ത്, അവരുടെ റിപ്പോർട്ടർ ആരാണ് എന്നുള്ളത് എല്ലാം പരിശോധിക്കപ്പെടും. തിരുവനന്തപുരത്തെ ന്യൂസ് 18 റിപ്പോർട്ടറോട് അന്ന് എങ്ങനെയാണ് അവർക്ക് അവിടെ പാസ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായും ആ മാധ്യമങ്ങളുടെ വിഭാഗത്തിലാണ് നമ്മൾ ഈ നവയുഗ മാധ്യമങ്ങളെ കണക്കിലെടുക്കുന്നത്. ആ നവയുഗ മാധ്യമത്തിന്റെ ഭാഗമാണ് ജ്യോതി മൽഹോത്ര. അപ്പോ സംസ്ഥാന സർക്കാർ വിളിച്ചത് കേരളത്തിന്റെ PR എക്സസൈസിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും വന്ദേ ഭാരത് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. ഞങ്ങൾ അംഗീകരിക്കുകയാണ്, നമ്മൾ അതിനെ ശ്ലാഘിക്കുകയാണ്. ആ അഭിമാന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ PR എക്സസൈസ് ചെയ്യും. അതിന്റെ കേരളത്തിലെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര റെയിൽവേ PR എക്സസൈസ് ചെയ്യും. ആ PR എക്സസൈസിന്റെ ഭാഗമായാണോ ജ്യോതി മൽഹോത്ര അന്ന് അവിടെ എത്തിയത് എന്നുള്ള ചോദ്യം ഒന്നാമത്തത്. രണ്ടാമത്, അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അവർക്ക് എങ്ങനെ, ഇപ്പൊ നേരത്തെ ശ്രീ ഷാവു പ്രസാദ് പറഞ്ഞതുപോലെ, എന്റെ സ്നേഹിതൻ ഷാവു പ്രസാദ് പറഞ്ഞതുപോലെ അപ്പിടി ഇപ്പിടി പിപ്പിടി എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ആ യാത്രയിൽ, അതായത് ഉദ്ഘാടന യാത്രയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വൺ സൈഡ് ആൻഡ് സെക്കൻഡ് സൈഡ്, അത് ഉദ്ഘാടന യാത്രയാണ്. ആ ഉദ്ഘാടന യാത്രയിൽ അങ്ങനെ അപ്പിടി ഇപ്പിടി പിടിച്ചവർക്ക് ആർക്കും ഇതിൽ കയറാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പോലും വന്ദേ ഭാരതിൽ എത്രയോ വെയിറ്റിംഗ് ലിസ്റ്റിന് ശേഷമാണ് നമുക്ക് ടിക്കറ്റ് പോലും കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായ പാസിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. ആർക്കൊക്കെയാണ് അത് പാസ് കൊടുത്തത്? MP മാർക്ക് കൊടുത്തു, സ്ഥലം MLA മാർക്ക് കൊടുത്തു, സംസ്ഥാന സർക്കാരിന് സ്പെഷ്യൽ പാസ് ഉണ്ടായിരുന്നു, സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നവർക്ക് പാസ് ഉണ്ടായിരുന്നു, മാധ്യമങ്ങൾക്ക് പാസ് ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിന്ന കേന്ദ്രമന്ത്രിമാർ, അവരുടെ ഓഫീസ്, കേന്ദ്ര ഇന്റലിജൻസ് വകുപ്പ്, അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയവർ, റെയിൽവേ മന്ത്രാലയം, PMO ഓഫീസ്, ഇത്രയും പേരുടെ കയ്യിലായിരുന്നു ഈ പാസിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. അപ്പൊ ജ്യോതി മൽഹോത്ര വെറുതെ ഇതാ വന്ദേ ഭാരത് അങ്ങ് പോവുകയാണല്ലോ, എന്നാൽ നമുക്ക് കൈ കാണിച്ചെങ്കിൽ കയറിയേക്കാം എന്ന് പറഞ്ഞ് കയറിയതാണ് എന്നുള്ള ന്യായീകരണം അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് ആരാണ് പാസ് കൊടുത്തത്, ആര് വഴിയാണ് അവർക്ക് പാസ് കിട്ടിയത് എന്നത് അന്വേഷണ വിധേയമാക്കിയേ മതിയാവുകയുള്ളൂ. PMO ഓഫീസ് സ്വാഭാവികമായും ഈ യാത്രയുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധന നടത്തില്ലേ? പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്ന് പറയുമ്പോൾ SPG, PMO ഓഫീസിന്റെ ഇന്റലിജൻസ് സംവിധാനം, പൊതുവിലുള്ള ഇന്റലിജൻസ് സംവിധാനം, സംസ്ഥാന സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനം, ഇത്രയും സംവിധാനങ്ങൾ സ്വാഭാവികമായ ഒരു പരിശോധന നടത്തില്ലേ? അവിടെ ഏതൊക്കെ മാധ്യമങ്ങൾ, ഏതൊക്കെ നവമാധ്യമങ്ങൾ, ആരൊക്കെ, ഏതൊക്കെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്, ആർക്കൊക്കെയാണ് പാസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു അന്വേഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്നിട്ടും ആ സർവൈലൻസിൽ എങ്ങനെയാണ് ഇവർ പെടാതെ പോയത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് അല്ല, അവിടെയാണ് ശ്രീ ഷാബു പ്രസാദ് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ലഭിച്ച, സംസ്ഥാന സർക്കാർ വഴി ലഭിച്ച പാസുമായിരിക്കാം എന്നുള്ളൊരു സാധ്യത അദ്ദേഹം പറയുന്നു. അല്ല, പരിശോധിക്കപ്പെടട്ടെ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാര്യം എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, അതായത് റെയിൽവേ മന്ത്രാലയം സ്വാഭാവികമായും അവരുടെ സൗത്ത് ഇന്ത്യയിലെ ഒരു ഓപ്പണിംഗ് ആണ്. ഈ വന്ദേ ഭാരത് ഇവിടേക്ക് കേരളത്തിലെ വികസനത്തിന്റെ ഭാഗമായി ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അവർ വലിയ PR എക്സസൈസ്, PR ഗെയിൻ എടുത്ത ഒരു പദ്ധതിയാണത്. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അത് എല്ലാ സർക്കാരുകളും ചെയ്യും. അപ്പോ റെയിൽവേ മന്ത്രാലയത്തിന്റെ PR-ന്റെ ഭാഗമായാണോ ജ്യോതി വന്നത് എന്നത് പരിശോധിക്കപ്പെടണം. രണ്ട്, ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തപ്പോ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ, BJPയുടെ നേതാക്കൾ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ 3 വർഷമായി കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് സർവൈലൻസിൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്നത്തെ ന്യൂസ് 18 ആർക്കൈവ്സ് എടുത്താൽ അഭിലാഷിന് അത് കിട്ടും. അപ്പൊ ഈ 3 വർഷത്തിനിടയിലാണ് ഈ പറയുന്ന സംവിധാനം ഉണ്ടായത്. അപ്പോ ഈ സർവൈലൻസിൽ ഉണ്ടായിരുന്ന സ്ത്രീ
സുരക്ഷാ വലയിൽ ഉണ്ടായിരുന്ന സ്ത്രീ, സുരക്ഷാ വലയത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീ ഇവിടെ പങ്കെടുത്തത് ഇപ്പോഴാണോ കേന്ദ്ര ഇന്റലിജൻസ് അറിയുന്നത്? ഇവിടെ പങ്കെടുത്തത് നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോഴാണോ PMO ഓഫീസ് അറിയുന്നത്, SPG അറിയുന്നത്? വലിയ സുരക്ഷാ വീഴ്ചയാണ് ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്, വലിയ സുരക്ഷാ വീഴ്ച. ആ സുരക്ഷാ വീഴ്ച മറച്ചു വെക്കാൻ ഏതാണ് കേരളത്തിൽ ടൂറിസം വകുപ്പിന്റെ ഭാഗമായി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറയ്ക്കാൻ പറ്റില്ല. കാര്യം അത് മറ്റൊരു സിനാറിയോ ആണ്. കാര്യം എന്താ, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള സംസ്ഥാന ഇന്റലിജൻസ് ആണ്. സ്വാഭാവികമായും ആ ഇന്റലിജൻസും ഇത് കണ്ടെത്തേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രതിപക്ഷം പറഞ്ഞുവെങ്കിൽ പോലും പക്ഷേ കേന്ദ്ര ഇന്റലിജൻസിന് കണ്ടെത്താൻ സാധിക്കാത്തത്, PMO ഓഫീസിന് കണ്ടെത്താൻ സാധിക്കാത്തത്, SPGക്ക് കണ്ടെത്താൻ സാധിക്കാത്തത്, റോയ്ക്ക് കണ്ടെത്താൻ സാധിക്കാത്തത്, എങ്ങനെയാണ് സംസ്ഥാന ഇന്റലിജൻസ് കണ്ടെത്തണം എന്ന് വാശി പിടിക്കാൻ സാധിക്കുന്നത്? അപ്പോ ഒരു ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ അല്ല നമ്മൾ ഏത് സംസ്ഥാന ടൂറിസത്തിന്റെ ഈ പറയുന്ന PR എക്സസൈസ് നടത്തുന്നവരെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുന്നവർ ഞാൻ ഈ പറഞ്ഞ ഇന്റലിജൻസ് സർവൈലൻസിലൂടെ കടന്നു പോയേ പറ്റൂ. അപ്പൊ അവർക്ക് ക്ലിയറൻസ് കൊടുത്തത്, അല്ലെങ്കിൽ ആരെങ്കിലും വഴി ക്ലിയറൻസ് കിട്ടിയെങ്കിലും അവർ അത് കടന്നുപോയിട്ടും അത് തിരിച്ചറിയാതെ പോയത് കേന്ദ്ര സർക്കാരിന്റെ, പ്രത്യേകിച്ച് PMO ഓഫീസിന്റെ, SPGയുടെ വലിയ സുരക്ഷാ വീഴ്ചയാണ്. അത് ആവർത്തിക്കപ്പെടാതെ ഇരിക്കട്ടെ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് പ്രധാനമന്ത്രിയുടെ വീഴ്ച ഉണ്ടാവുന്ന തരത്തിൽ ഒരു കണിക പോലും, അത് ആര് പ്രധാനമന്ത്രിയും ആയിക്കോട്ടെ, ഒരു കണിക വിട്ടുവീഴ്ച നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ അതല്ലേ ശ്രീ ഷാബു പ്രസാദ് വളരെ പ്രധാന